Good morning students. അപ്പോൾ നമ്മൾ ബയോളജിയിലെ കുറച്ച് പോർഷൻസ് ഒക്കെ കവർ ചെയ്തു. ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ വി ഡിസ്കസ്ഡ് so many milestones in cell biology. We discussed some milestones in cell biology. Cell biology milestones for scientists we discussed. First is Robert Brown, M.J. Schleiden, Theodor Schwann and Rudolf Virchow. Okay, these are the four scientists are known as the milestones in cell biology. Cell biology milestones എന്നറിയപ്പെടുന്നു. Then we discussed cell theory. So this cell theory is proposed by who? This cell theory is proposed by our M.J. Schleiden and Theodor Schwann. Okay, M.J. Schleiden has proposed that what? M.J. Schleiden proposed that the plant body is made up of cells. Okay, and then Theodor Schwann proposed that the animal body is made up of cells. These two scientists are related and these two scientists proposed the theory of cell theory. Okay, then next in the last class we discussed one topic is that what? Functions of a cell. What are the functions of a cell? So many functions in our cells. Okay, all the cells, or human cells or animal cells or plant cells, these cells are so many functions. These functions are also discussed. Today we will go to a new interesting topic, that is the plant cell. ഓക്കെ, ഒരു പ്ലാന്റ് സെല്ലിൽ ആരൊക്കെയുണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വളരെ സിമ്പിളാണ് ബട്ട് വെരി ഇൻട്രസ്റ്റിംഗുമാണ്. ഓക്കെ, അപ്പോൾ വി വിൽ ഗോ ടു ദാറ്റ് ടോപ്പിക്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഫിഗറിലേക്ക് നോക്കുക. അതൊരു പ്ലാന്റ് സെല്ലിൻ്റെ ഫിഗറാണ് അതിൽ കാണുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെ കാണാം? അതിലൊരു ന്യൂക്ലിയസ് കാണാം. അതിൽ ഫസ്റ്റ് മിസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അതായത് ഈ ഒരു സെല്ലിനെ നമുക്കറിയാം, നമ്മുടെ ബോഡി എല്ലാം നിർമ്മിച്ചേക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ടാണ്. അതിൽ ഒരു സെല്ലിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പ്ലാന്റ് സെല്ലിന്, പ്ലാന്റിൻ്റെ ഉള്ളിലെ ഒരു സെല്ലിനെ എടുത്തിട്ടാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ ഒരുപാട് സെൽസ് ഉണ്ട്, അതിൽ ഒരു സെല്ലിനെയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തുണ്ട്? ഇപ്പോൾ ഒരു സെല്ലിനെ നമ്മൾ സപ്പോസ് ചെയ്യുക നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് സപ്പോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫാമിലിയെ നമ്മളൊരു സെല്ലായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ആ സെല്ലിൻ്റെ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ന്യൂക്ലിയസ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ നമ്മുടെ വീട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളുണ്ട്. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഫാദറിനും മദറിനും ചിൽഡ്രൻസിനും ഗ്രാൻഡ് മദറിനും ഗ്രാൻഡ് ഫാദറിനും എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ നമ്മളെല്ലാ കാര്യത്തിനും ഫൈനലായി ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്. ദാറ്റ് ഇസ് അവർ ഫാദർ ഓർ ഉപ്പ. ഓക്കെ, അപ്പോൾ ആ ഫാദറിനെ നമുക്ക് ആരായിട്ട് സപ്പോസ് ചെയ്യാം? നമ്മുടെ ന്യൂക്ലിയസ് ആയിട്ട്. അപ്പോൾ നമ്മുടെ സെല്ലിനെ നമ്മളൊരു ഫാമിലി ആയിട്ട് സെലക്ട് ചെയ്തു. ആ ഫാമിലിയിൽ എന്തുണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളെ നമുക്ക് ഫാദർ നമ്മളെന്ന് വിളിച്ചു. അതുപോലെ നമ്മുടെ സെല്ലിൽ ഇമ്പോർട്ടൻ്റ് ആയ ആളാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതേപോലെ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഡോട്ടർ, സിസ്റ്റർ, സൺ, ഫാദർ, മദർ, ഗ്രാൻഡ് ചിൽഡ്രൻസ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ബ്രദർ, സിസ്റ്റേഴ്സ്, ഒരുപാട് പേരുണ്ട്. അതുപോലെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലും ഒരുപാട് ആൾക്കാരുണ്ട്. അവരാരൊക്കെയാണെന്ന് നോക്കാം. മിസ് ഓരോരുത്തരുടെ പേര് പറയാം. നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കുക. അതിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് വരക്കേണ്ടി വന്നാൽ നിങ്ങളെപ്പോഴും റൈറ്റ് സൈഡിലേക്ക് മാത്രം വരക്കാൻ ശ്രമിക്കുക. അതാണ് ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ്. ആ ഒരു പേപ്പറിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് മാത്രം നമ്മളെപ്പോഴും അടയാളപ്പെടുത്തി എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഫിഗർ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്? അപ്പോൾ സെല്ലെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. സെല്ല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ന്യൂക്ലിയസ്. എന്ന് വെച്ചാൽ സെല്ലിൻ്റെ ഹെഡ്, സെല്ലിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ ന്യൂക്ലിയസ്. നമ്മുടെ വീട്ടിലെ ഫാദർ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന പോലെ നമ്മുടെ സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ന്യൂക്ലിയസ്. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ, ക്ലിയർ ആവുന്നത് മനസ്സിലാക്കി പഠിക്കുക. ന്യൂക്ലിയസ് സെല്ലിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരു ഹെഡിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫിഗറിലേക്ക് നോക്കുക. അതിൽ ആരൊക്കെയുണ്ട്? സെൽ മെംബ്രെയിനെ കാണാം,
സെൽ മെമ്പറൈൻ എന്ന് വെച്ചാൽ ഒരു ഭിത്തി പോലെ കാണുന്ന ആളല്ലേ. അതിൻ്റെ ഉള്ളിൽ റൈബോസോംസ് ഉണ്ട്. അത് പേര് കേട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി കോംപ്ലക്സ്, വാക്യൂൾസ്, മൈറ്റോകോൺട്രിയ അല്ലേ, സെല്ലുലോസ്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നിറഞ്ഞത്, നമ്മുടെ വീട്ടിൽ ഒരുപാട് പേര് നിറഞ്ഞതുപോലെ ഈ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഇത്രയും ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ ആൾക്കാർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഓരോ ആൾക്കാർക്കും ഓരോ ഡ്യൂട്ടി ഇല്ലേ. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പാല് വാങ്ങാൻ പോകും, പേപ്പർ വാങ്ങാൻ പോകും, കടയിൽ പോയി സാധനം വാങ്ങാൻ പോകും. നിങ്ങളുടെ വീട്ടിൽ ഉമ്മാക്കാണെങ്കിലോ ഒരുപാട് ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ഉണ്ടല്ലേ. രാവിലെ എണീക്കണം, നിങ്ങൾക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യണം, പിന്നെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങളെ സ്ട്രെസ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഡ്രസ്സ് വാഷ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി തരണം, ഹൗസ് ക്ലീൻ ചെയ്യണം, ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. ഫാദറിനാണെങ്കിലോ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഫുഡ് വാങ്ങേണ്ട കാര്യങ്ങൾ, നമ്മുടെ കറണ്ട് ബില്ല്, എന്താ പറയുക, വാട്ടർ ബില്ല്, അങ്ങനെ എല്ലാം ചെയ്യണം. ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും ആണെങ്കിലോ ചിലർക്ക് എന്തുണ്ടാവും, കൃഷി ഉണ്ടാവും, മുറ്റം നടക്കാനുണ്ടാവും, ചിലർ ഫാമിങ്ങിലൊക്കെ ഏർപ്പെട്ടവരുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഓരോരുത്തർക്കും എന്തുണ്ട്, ചെറിയ എന്തെങ്കിലും ഒരു ഡ്യൂട്ടീസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ സെല്ലിൽ ഈ പറയപ്പെട്ട എല്ലാവർക്കും, റൈബോസോമിനും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനും ഗോൾഗി കോംപ്ലക്സിനും വാക്യൂളിനും മൈറ്റോകോൺട്രിയത്തിനും എല്ലാവർക്കും എന്തുണ്ട്, ഓരോരോ ഡ്യൂട്ടീസും ഉണ്ട്. അത് നമുക്ക് ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണെന്ന് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട്. അതാണ് പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം. അപ്പം നിങ്ങൾക്ക് സെൽ എന്താണെന്ന് മനസ്സിലായി, സെല്ലിൻ്റെ ഹെഡാണ് ന്യൂക്ലിയസ് എന്ന് മനസ്സിലായി. ഓക്കെ, ദെൻ ഈ സെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പേരുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. ഇനി നമുക്ക് കൂടുതൽ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ കൂടുതൽ പരിചയപ്പെടാം. ജസ്റ്റ് നിങ്ങൾ ആ ഔട്ട്ലൈൻ ഒന്ന് മനസ്സിലാക്കുക. സെല്ലാണ്. സെൽ, ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ന്യൂക്ലിയസ് ആൻഡ് സോ മെനി പാർട്സ് ഇൻ ദാറ്റ് സെൽസ്, ദാറ്റ് ഈസ് ഗോൾഗി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോംസ്, വാക്യൂൾസ്, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്, സെൽ മെംബ്രെയിൻ, റൈബോസോം, etc. These are the members of the cell. Okay, then we will go to the next is protoplasm and cytoplasm. So please all are listen. Okay, listen carefully. I will explain പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം. അപ്പം നിങ്ങൾ ആ ഫിഗർ കണ്ടിരുന്നു. അപ്പോൾ അതായത് പ്രോട്ടോപ്ലാസം എന്താണെന്നാണ് മിസ് പറയാൻ പോകുന്നത്. ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രോട്ടോപ്ലാസം. അതായത് നമ്മുടെ ഒരു സെൽ മെംബ്രെയിൻ കണ്ടില്ലേ, ഒരു പ്ലാന്റ് സെല്ല് കണ്ടു, അതിനൊരു സെൽ മെംബ്രെയിൻ ഉണ്ട്. ആ സെൽ മെംബ്രെയിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരെയും, അതായത് ന്യൂക്ലിയസും ഗോൾഗി കോംപ്ലക്സും അതിലുള്ള എല്ലാവരും, സെൽ മെംബ്രെയിൻ എന്ന് വെച്ചാൽ ഒരു ഭിത്തിയാണെന്ന് സങ്കല്പിക്കുക. ആ ഭിത്തിയുടെ ഉള്ളിലുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാത്തിനെയും വി കോൾഡ് ഇറ്റ് ആസ് പ്രോട്ടോപ്ലാസം. സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ കാണുന്ന ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഓൾ സബ്സ്റ്റൻസസ്, എല്ലാ സബ്സ്റ്റൻസിനെയും വി കോൾഡ് ഇറ്റ് ആസ് പ്രോട്ടോപ്ലാസം. ക്ലിയർ ആയോ? അതായത് സെൽ മെംബ്രെയിൻ നമ്മൾ കണ്ടു, അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം. സോ ഓൾ ദ പാർട്സ് ആർ കോൾഡ് ആസ് പ്രോട്ടോപ്ലാസം. ക്ലിയർ ആയില്ലേ? അപ്പോൾ പ്രോട്ടോപ്ലാസം മനസ്സിലായി, മറക്കരുത്. ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള എല്ലാവരെയും നമുക്ക് പ്രോട്ടോപ്ലാസം എന്ന് പറയാം. സോ വാട്ട് ഈസ് സൈറ്റോപ്ലാസം? അപ്പോൾ സൈറ്റോപ്ലാസം എന്താണ്? സൈറ്റോപ്ലാസം ഈസ് ദ പാർട്ട് ഓഫ് പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോപ്ലാസത്തിൻ്റെ ഒരു പാർട്ടാണ്. എക്സ്ക്ലൂഡിങ് ദ ന്യൂക്ലിയസ്. നമ്മൾ പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഫാദറിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ നമ്മുടെ സെല്ലിന് എന്തുണ്ട്? ഒരു പ്രത്യേകമായ ഒരു എനർജി അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ഡ്യൂട്ടി, ഒരു ഹെഡായിട്ടാണ് നമ്മൾ ന്യൂക്ലിയസിനെ കാണുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും കൂടി പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. മനസ്സിലായോ? ക്ലിയർ ആക്കി മനസ്സിലാക്കി പഠിക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവുമാണ്. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭിത്തി പോലെ, ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ സബ്സ്റ്റൻസിനെയും വി കോൾഡ് ഇറ്റ് ആസ് പ്രോട്ടോപ്ലാസം. നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരെയും, ന്യൂക്ലിയസ് ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും വി കോൾഡ് ആസ്
പ്രോട്ടോപ്ലാസം. മനസ്സിലായോ? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം ഇസ് ദ പാർട്ട് ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിൻ്റെ ഒരു ഭാഗമാണ്. എക്സ്ക്ലൂഡിങ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ മാറ്റി നിർത്തുക. കാരണം ന്യൂക്ലിയസ് എന്താണ്? ഹെഡാണ്. അയാൾ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും, ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? നമ്മൾ പഠിച്ചില്ലേ? ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, ലൈസോസോം, വാക്യൂൾസ്, ഇതെല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം? സൈറ്റോപ്ലാസം. ന്യൂക്ലിയസ് ഒഴികെയുള്ള, എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസ്, അതർ സബ്സ്റ്റൻസസ് ഓൾസോ നോൺ ആസ് സൈറ്റോപ്ലാസം. അപ്പം നിങ്ങൾക്ക് പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും എന്താണെന്ന് ക്ലിയറായി. ഇനി മിസ് പറയാൻ പോകുന്നത് സെൽ ഓർഗനൽസ് ആണ്. അപ്പോൾ സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസിങ് ആവരുത് കേട്ടോ മക്കളെ, മനസ്സിലാക്കിയാൽ മതി. സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സൈറ്റോപ്ലാസത്തിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ന്യൂക്ലിയസ് ഒഴികെയുള്ള ആൾക്കാരില്ലേ, അവരെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുളം, വാക്യൂൾസ്, ലൈസോസോം, ഇങ്ങനെയുള്ള ആൾക്കാർ എന്തുണ്ട്? ഈ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത് ഇവരെയാണ്. സൈറ്റോപ്ലാസത്തിലുള്ള ന്യൂക്ലിയസ് അല്ലാത്ത എല്ലാ ആൾക്കാരെയും നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. ഈ സൈറ്റോപ്ലാസത്തിലുള്ള ആൾക്കാരെ നമുക്ക് സെൽ ഓർഗനൽസ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഈ സെൽ ഓർഗനൽസ് ആർ ദ സ്പെസിഫിക് പാർട്ട് സീൻ ഇൻ ദ സൈറ്റോപ്ലാസം. അപ്പോൾ നമ്മൾ പറഞ്ഞു സൈറ്റോപ്ലാസത്തിൽ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ഒഴികെയുള്ള സാധനങ്ങളെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ആൾക്കാരെ നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞു. ക്ലിയർ ആയോ? ഈ സെൽ ഓർഗനൽസിന് എന്തുണ്ട്? ദീസ് സെൽ ഓർഗനൽസ് ഹാവ് പെർഫോം ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടികളുണ്ട്. ഇപ്പോൾ നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സൈറ്റോപ്ലാസത്തിലുള്ള ആൾക്കാരെ നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞു. ഈ സെൽ ഓർഗനൽസ് ആർ സ്പെസിഫിക് പാർട്സ് സീൻ ഇൻ ദ സൈറ്റോപ്ലാസം ടു പെർഫോം ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. ഈ സെൽ ഓർഗനൽസിന് ഓരോരുത്തർക്കും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം മൈറ്റോകോൺട്രിയക്ക് എന്തുണ്ട്? ഒരു പ്രത്യേകമായ ഡ്യൂട്ടി ഉണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഒരു പ്രത്യേകമായ ഡ്യൂട്ടി ഉണ്ട്. റൈബോസോമിന് ഒരു പ്രത്യേകമായ ഡ്യൂട്ടി ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഓരോ ആൾക്കാർക്കും എന്തുണ്ട്? ഓരോ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രത്യേക ധർമ്മം നിർവഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് സെൽ ഓർഗനൽസ്. മിസ് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. മിസ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് പ്ലാൻ സെല്ലാണ്. ആ പ്ലാൻ സെല്ലിൻ്റെ ഫിഗർ നിങ്ങൾ കണ്ടു. അതിൽ ആരൊക്കെയുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, സെൽ മെംബ്രെയിൻ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി കോംപ്ലക്സ്, വാക്യൂൾ, മൈറ്റോകോൺട്രിയ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ ആ സെല്ലിൽ കണ്ടു. ആ സെല്ലിൻ്റെ ഹെഡ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. അത്രയും ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം ആണ്. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രോട്ടോപ്ലാസം. നമ്മൾ പറഞ്ഞ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഷേപ്പ് കൊടുക്കുന്ന ഒരു ഭിത്തി പോലെ കാണുന്ന ഒരാളെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞത്. ഈ സെൽ മെംബ്രെയിനിലുള്ള ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആൾക്കാരെയും കൂടി നമുക്ക് പ്രോട്ടോപ്ലാസം എന്ന് പറയാം. അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസും എല്ലാ ആൾക്കാരെയും കൂട്ടി നമുക്ക് പ്രോട്ടോപ്ലാസം എന്ന് പറയാം. ഓക്കെ, പിന്നെ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസിനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ വി സ്പീക്ക് ഓൺലി സൈറ്റോപ്ലാസം. നമ്മൾ എപ്പോഴും സൈറ്റോപ്ലാസത്തെക്കുറിച്ചേ പറയുള്ളൂ. കാരണം ന്യൂക്ലിയസിനെ നമ്മൾ വേറെ ആയിട്ടാണ് പഠിക്കുന്നത്, ഇതിൻ്റെ കൂടെ പഠിക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും സൈറ്റോപ്ലാസം എന്നാണ് മിസ് പ്രൊനൗൺസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ മിസ് സൈറ്റോപ്ലാസം അത് ആരാന്ന് ചോദിക്കരുത്. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ പ്ലാൻ സെല്ലിലെ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ നിന്നും ന്യൂക്ലിയസിനെ എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസ് ഒഴിച്ച് ബാക്കിയുള്ള ഓൾ പാർട്സിനെ മെമ്പേഴ്സിനെ വി കോൾഡ് ഇറ്റ് ആസ് സൈറ്റോപ്ലാസം. ക്ലിയർ ആയോ? അപ്പോൾ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്, സൈറ്റോപ്ലാസം എന്താണെന്ന് ക്ലിയറായി. ഇനി നമുക്ക് പഠിക്കാനുണ്ട് സെൽ ഓർഗനൽസ് ആണ്. അപ്പോൾ മിസ് പറയുന്നു, ഒന്നും കൂടി ഞാൻ പറയുന്നു, സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഇസ് ദ പാർട്ട് ഓഫ് പ്രോട്ടോപ്ലാസം. ഇത് പ്രോട്ടോപ്ലാസത്തിൻ്റെ ഒരു ഭാഗമാണ്.
എക്സ്ക്ലൂഡിങ് ന്യൂക്ലിയസ് ഇല്ല, ന്യൂക്ലിയസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, ഓൾ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആർ പ്രസൻറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ആൾക്കാർ, ഗോൾഗി കോംപ്ലക്സും റൈബോസോമും, ഇവരെല്ലാവരും എന്താണ്, നമുക്ക് ഓരോരോ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഉണ്ട് ഇവർക്ക്. റൈബോസോമിന് ഒരു ഡ്യൂട്ടി ഉണ്ട്, മൈറ്റോകോൺട്രിയക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്, ലൈസോസോമിന് ഒരു ഡ്യൂട്ടി ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ആൾക്കാർക്കും എന്തുണ്ട്, ഓരോ ഡ്യൂട്ടി ഉണ്ട്. അവരെയാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് എന്ത് പറയാം, സെൽ ഓർഗനൽസ് എന്ന് പറയാം. ദീസ് സെൽ ഓർഗനൽസ് ഹാവ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. ഈ ഓരോ സെൽ ഓർഗനൽസും, സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ആൾക്കാരും, ആ ബാക്കി എല്ലാ ആൾക്കാരെയും നമുക്ക് എന്ത് പറയാം, സെൽ ഓർഗനൽസ് എന്ന് പറയാം. ഈ സെൽ ഓർഗനൽസിൽ എന്തുണ്ട്, ഓരോ ആൾക്കാർക്കും ഓരോ ജോലിയുണ്ട്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഓരോ ആൾക്കാർക്കും ഓരോ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ പ്രത്യേകമായ ഡ്യൂട്ടി ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽ ഓർഗനൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി അടുത്ത ക്ലാസ്സിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെയും ഫങ്ഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ ഇപ്പോൾ തന്നെ മിസ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പ്ലാന്റ് സെൽ ആൻഡ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് സെൽ ആൻഡ് വാട്ട് ഈസ് പ്രോട്ടോപ്ലാസം ആൻഡ് വാട്ട് ഈസ് സൈറ്റോപ്ലാസം. ഇതെല്ലാം ദീസ് പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം വളരെ കൺഫ്യൂസിങ് ആണ്. നിങ്ങൾ വലിയ ക്ലാസ്സുകളിലേക്ക് വരും തോറും ഇത് ബേസിക് ആയിട്ട് നിങ്ങളിത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ യു ആർ വെരി കൺഫ്യൂസിങ് അബൌട്ട് ദിസ് ടോപ്പിക്. നിങ്ങൾക്ക് വളരെ കൺഫ്യൂസിങ് ആയി പോകും. പക്ഷേ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ മിസ് ഇതിൻ്റെ നോട്ട് സെൻഡ് ചെയ്യാം, നിങ്ങളപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടുഡേയ്സ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു.